ഇതൊരു പക്ഷിയുടെ കൂടാണ്. പക്ഷി ആ കൂട്ടിൽ കിടക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ ഇതിനടുത്തുള്ളൊരു ചെറിയൊരു തൈ തെങ്ങിൻ്റെ മരട്ടിടാൻ വേണ്ടി വെട്ടിയപ്പോൾ ആ പക്ഷിക്കൂടും അതിൽ 3 മുടയുണ്ടായിരുന്നു. അത് താഴെ വീണു. രണ്ടാമതായിട്ട് അതിൻ്റെ അടുത്തുള്ള ഒരു പേരക്ക മരത്തിൽ ഞാൻ ആ കൂട് വെച്ചു, ഒക്കെ ഭദ്രമാക്കി മറ്റുള്ള മരത്തിൻ്റെ ഒക്കെ ചില്ലകളെല്ലാം കൂട്ടി ബന്ധിച്ച് യോജിപ്പിച്ച് ആ കൂട് ഭദ്രമാക്കി വെച്ചതുകൊണ്ട് ആ പക്ഷിയമ്മ അതാ അവിടെ ആ കൂട്ടിനകത്ത് സ്വസ്ഥതയോടുകൂടി വിരാജിക്കുന്നു എന്നെ നോക്കിക്കൊണ്ട്. ആ മുട വിരിയാനായിട്ടുള്ള മുടയായിരുന്നു. 3 മുട ഉണ്ടായിരുന്നു. ഒരു പച്ചയും നീലയും കൂടി കലർന്നതായിട്ടുള്ള കളറായിരുന്നു ആ മുട്ടയ്ക്ക് ഉണ്ടായിരുന്നത്. വളരെ പാവപ്പെട്ടൊരു പക്ഷിയാണ്. ഇവർ കൂട്ടത്തോട് കൂടിയിട്ടാണ് ഇര തേടി പോകാറുള്ളത്. അപ്രകാരമുള്ള രീതിയിലാണ് ഇവരുടെ ഇര തേടുന്നതും. വളരെ പാവപ്പെട്ടൊരു പക്ഷിയാണ്. ആർക്കും യാതൊരു തരത്തിലുള്ള ഉപദ്രവമില്ലാത്ത പക്ഷിയാണ്. വീടുകളുടെ മുറ്റത്തും പറമ്പിലൊക്കെ ഇവർ കൂട്ടത്തോടെ വന്നിരുന്നുകൊണ്ട് വീടിൻ്റെ പരിസരത്തും ഒക്കെ ഉള്ളതായിട്ടുള്ള നമ്മുടെ ആഹാരത്തിൻ്റെ അന്നപാനീയങ്ങളുടേതായിട്ടുള്ള വേസ്റ്റുകളും പുറത്തേക്കിട്ടുള്ള ഭക്ഷണമെല്ലാം കൊത്തിപ്പൊറുക്കി വൃത്തിയാക്കി പരിസരം ശുചീകരിക്കുന്ന വളരെ നല്ല ഒരു പക്ഷി മാതാവാണ് ഈ കൂട്ടിൽ ഈ മുടയ്ക്ക് അടയിരിക്കുന്ന പാവപ്പെട്ട ഒരു എന്താ പറയുക ഇനത്തിൽപ്പെട്ടതായിട്ടുള്ളൊരു പക്ഷിയാണ്. ഞാൻ ഈ കൂട് വീണ ശേഷം ഞാനതിൻ്റെ ശ്രദ്ധയിൽ പെട്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനത് ആ കൂടെടുത്തുകൊണ്ട് ഇതിൻ്റെ മേലൊക്കെ വെച്ച് അത് കെട്ടി ലെവലാക്കിക്കൊണ്ട് ഞാൻ കുറേ കമ്പുകളൊക്കെ വെച്ച് ആ കൂട് അതിൽ വെച്ചിട്ട് ഒരു തെങ്ങിൻ്റെ മടലിൻ്റെ ഒരു അതിൽ നിന്നും ഒരു മടലിൽ നൂല് പോലുള്ള ഉറപ്പുള്ളൊരു ബലമുള്ള ഭാഗമുണ്ട്. അതിൽ നിന്നൊരു കയറൊക്കെ എടുത്ത് ഇതൊക്കെ കൂട്ടിയെല്ലാം ബന്ധിപ്പിച്ച് ആ കൂടൊരിക്കലും താഴെ വീഴാത്ത രീതിയിൽ വെച്ചുകൊണ്ട് അതിന് കുറേ മറവൊക്കെ വെച്ച് മറ്റുള്ള പക്ഷികളൊന്നും മേലിൽ നിന്ന് കാണാതിരിക്കാനുള്ള മറവൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ പക്ഷിക്ക് ഒരുപാട് സന്തോഷമായി. ഞാനത് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ മാറി നിന്നപ്പോൾ തന്നെ ആ പക്ഷിയിൽ വന്നിട്ട് ആ മുടക്കി അടയിരിക്കുവാനായിക്കൊണ്ട് അത് അപ്പം തന്നെ ഉടനെ തന്നെ വന്നു എന്നുള്ളതാണ് കൗതുകകരമായിട്ടുള്ളൊരവസ്ഥ. ഈ പക്ഷി പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ.